എനിക്ക് നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാനുണ്ട്. ഈ ഇരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ഉണ്ണിമൂന്തൻ, തൊട്ടടുത്തിരിക്കുന്നത് നിഷാദ് കിളിയിടുക്കിൽ. ഒരു ഫോട്ടോയും കൂടിയുണ്ട്. ഇതിലാണെങ്കിൽ നിഷാദിന്റെ തോളിൽ കൈയിട്ടാണ് ഉണ്ണിമൂന്തൻ നിൽക്കുന്നത്. മോറിസ് കോയിൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ കമ്പനി ഉടമ നിഷാദ് കിളിയിടുക്കിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം ആരംഭിച്ചതായി മലപ്പുറം പൂക്കോട്ടുപാടം പോലീസ്. മലപ്പുറത്ത് മോറിസ് കോയിൻ നിക്ഷേപ തട്ടിപ്പ് കമ്പനി ഉടമ നിഷാദ് കിളിയടുക്കത്തെ ഉടൻ പിടികൂടുമെന്ന് പോലീസ്. മോറിസ് കോയിൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഗ്ലോബൽ ലോങ് റിച്ച് ഫൗണ്ടേഷൻ MD നിഷാദിനെതിരെ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. മോറിസ് കോയിൻ എന്ന വ്യാജ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ 1200 കോടി രൂപയാണ് നിഷാദ് നമ്മുടെ നാട്ടിൽ നിന്നും തട്ടിയെടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നിഷാദാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഉണ്ണിമൂന്തൻ മാത്രമല്ല, ഈ ഫോട്ടോ നോക്കൂ. നിഷാദിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർ സ്ട്രൈക്കർ ആയിരുന്ന മുഹമ്മദ് റാഫിയാണ്. റാഫി മാത്രമല്ല, ഈ ഫോട്ടോ നോക്കൂ. നിഷാദിന്റെ കൂടെയുള്ളത് സഹൽ, രാഹുൽ KP, പ്രശാന്ത് തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ്. ആരാണ് ശരിക്കും നിഷാദ് കിളിയിടുക്കിൽ? എങ്ങനെയാണ് നിഷാദ് ഇത്രയും വലിയ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടത്തിയത്? എന്തായിരുന്നു നിഷാദിന്റെ മോറിസ് കോയിൻ തട്ടിപ്പ്? എങ്ങനെയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ തട്ടിപ്പിൽ വീണുപോയത്? ഉണ്ണിമൂന്തന് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും എന്താണ് നിഷാദുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് ഉണ്ണിമൂന്തന്റെ വീട്ടിലും ഓഫീസിലും ED റെയ്ഡ് നടത്തിയത്? ഉണ്ണിമുകുന്ദന്റെ വീട്ടിലെ ED റെയ്ഡ് നടത്തിയത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രൂഫ് ഉണ്ടായിരിക്കുന്നതാണ്. സോഴ്സസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ചില പ്രൂഫുകൾ സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടോ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതുമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നിഷാദാണ്. മലപ്പുറം പൂക്കോട്ടുംപാടം സ്വദേശിയായ നിഷാദ് കിളിയിടുക്കൽ എന്ന ഈ ചെറുപ്പക്കാരനെ പലരും അറിയാൻ തുടങ്ങുന്നത് ലോങ് റിച്ച് എന്ന കമ്പനിയുടെ അമരക്കാരനായിട്ടാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി ലോങ് റിച്ച് എന്നൊരു കമ്പനി തുടങ്ങുന്നതിന് മുന്നേ നിഷാദ് UAE-യിലായിരുന്നു. അവിടെ ഏതോ ഒരു കമ്പനിയിൽ സെയിൽസിലായിരുന്നു അയാൾക്ക് ജോലി. ഇത് 2015-ലാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞ് നിഷാദ് നാട്ടിലോട്ട് എത്തുന്നു. എന്നിട്ട് 2017-ൽ ഫ്ലൈ വിത്ത് മീ മൊബൈൽ ആപ്പ് LLP എന്നൊരു കമ്പനി തുടങ്ങുന്നു. കൊച്ചി ആസ്ഥാനമാക്കി. ഫ്ലൈ വിത്ത് മീ എന്നത് ട്രാവൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പ് ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ശരിക്കും അവൈലബിൾ അല്ല. പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങുന്ന നിഷാദ്. പൂക്കോട്ടുംപാടം സ്വദേശിയായിരുന്ന നിഷാദിന് നാട്ടുകാർക്കിടയിൽ നല്ല മതിപ്പായിരുന്നു. കാരണം നാട്ടിലെ ഏത് ഫുട്ബോൾ ടൂർണമെന്റ് എടുത്താലും അതിന് സപ്പോർട്ടായിട്ട് നിഷാദും തന്റെ കമ്പനികളും ഉണ്ടായിരുന്നു. മാത്രമല്ല ICC പൂക്കോട്ടുംപാടം എന്ന ഒരു പ്രാദേശിക സ്പോർട്സ് ക്ലബിന്റെ ആക്റ്റീവ് മെമ്പർ കൂടിയായിരുന്നു നിഷാദ്. ആ സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ICC സൂപ്പർ സോക്കർ 2019 എന്ന ടൂർണമെന്റിൽ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തത് സ്റ്റഡി മോജോ ആയിരുന്നു. അത് നമ്മുടെ നിഷാദിന്റെ കമ്പനിയായിരുന്നു. ഈ ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ മുഹമ്മദ് റാഫി, സഹൽ, TP, രഹനേഷ് തുടങ്ങിയ ആൾക്കാർ പങ്കെടുത്തിരുന്നു. നിഷാദിന് ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് റാഫിയുമായി ആ ടൂർണമെന്റിൽ വെച്ച് കണ്ട പരിചയം മാത്രമാണ് എന്ന് തോന്നുന്നില്ല. കാരണം 2019 ഡിസംബർ 5-ന് നിഷാദ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോയിൽ റാഫി അയാളുടെ തോളത്ത് കൈയിട്ട് നിൽക്കുകയാണ്, ഒരു സുഹൃത്തിനെ പോലെ. ഈ ഫോട്ടോയിലാവട്ടെ റാഫിയും സഹലും നിഷാദിനെ ഓപ്പണായി എൻഡോഴ്സ് ചെയ്യുകയാണ്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് മൊത്തം നിഷാദ് ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോയിലും നിഷാദിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നത് മുഹമ്മദ് റാഫിയാണ്. കൂടെ വേറെയും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ രാഹുൽ KPയും പ്രശാന്തും സഹലും ഒക്കെയുണ്ട്. ഫുട്ബോൾ താരങ്ങളെ മാത്രമായിരുന്നില്ല നിഷാദിന് പരിചയം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചു തന്ന ഫോട്ടോ ഓർമ്മയില്ലേ? സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദനായിട്ട് നിഷാദ് ഒരു കൂടിക്കാഴ്ചയിൽ ഇരിക്കുന്നതിന്റെ ഫോട്ടോ ആണിത്. മാത്രമല്ല ഈ ഫോട്ടോ നോക്കൂ. ഉണ്ണിമുകുന്ദൻ നിഷാദിനെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ഇവിടെയും നിഷാദിന് വെറും ഒരു പരിചയം മാത്രമല്ല മലയാളത്തിലെ പ്രമുഖനായ ഒരു നടനുമായിട്ടുള്ളത്. ഉണ്ണിമുകുന്ദന് നിഷാദുമായിട്ടുള്ള ഇടപാടുകളെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയി പറയാനുണ്ട്. അതിനു മുന്നേ നിഷാദ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിഷാദ് മോറിസ് കോയിൻ തുടങ്ങുന്നതിന് മുന്നേ ലോങ് റിച്ചിന് കീഴിൽ അഥവാ എല്ലാ ട്രേഡിങ്ങിന് കീഴിൽ ഒരു കമ്പനി തുടങ്ങിയിരുന്നു. സ്റ്റഡി മോജോ എന്നാണ് അതിന്റെ പേര്. ഇതേ സ്റ്റഡി മോജോ ആണ് നമ്മൾ നേരത്തെ കാണിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ സ്പോൺസർ ആയിട്ടുണ്ടായിരുന്നത്. ഒരു learning പ്ലാറ്റ്ഫോം ആണ് സ്റ്റഡി മോജോ എന്നാണ് നിഷാദ് പറഞ്ഞിരുന്നത്. ബൈജൂസോ, അൺഅക്കാഡമിയോ, സിംപ്ലി ലേണോ ഒക്കെ പോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പലതരം കോഴ്സുകൾ സ്റ്റഡി മോജോയിൽ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും പലതരം സ്കില്ലുകൾ പഠിക്കാൻ സാധിക്കുമായിരുന്നു. അതിന് പലതരം കോഴ്സുകൾ സ്റ്റഡി മോജോ
മോജോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കാൻ വേണ്ടി ആരും സ്റ്റഡി മോജോയിൽ കോഴ്സ് ഒന്നും എടുത്തിട്ടില്ല. കാരണം അവരുടെ മെയിൻ ഫോക്കസ് അതൊന്നും ആയിരുന്നില്ല, അവരുടെ പ്രീ ലോഞ്ച് ഓഫർ ആയിരുന്നു. ഈ പ്രീ ലോഞ്ച് ഓഫറിൽ സ്റ്റഡി മോജോ ആൾക്കാർക്ക് 400% ക്യാഷ് ബാക്ക് ഓഫർ ചെയ്തിരുന്നു. സ്റ്റഡി മോജോയ്ക്ക് പലതരം കോഴ്സുകളുടെ പാക്കേജുകൾ ഉണ്ടായിരുന്നു. 5000 രൂപ തൊട്ട് 1 ലക്ഷം രൂപ വരെയുള്ള ഉണ്ടായിരുന്നു. ഇതിൽ ഏത് പാക്കേജ് എടുത്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 400% റിട്ടേൺ ആയിട്ട് കമ്പനി ഇങ്ങോട്ട് തരും എന്നാണ് പറഞ്ഞത്. ഈ ക്യാഷ് ബാക്ക് പക്ഷെ 40 ആഴ്ചകൾ എടുത്തായിരുന്നു കമ്പനി കൊടുത്തിരുന്നത്. അതായത് നമ്മൾ 10,000 രൂപയുടെ ഒരു പാക്കേജ് എടുത്തു എന്ന് വെക്കട്ടെ, 1000 രൂപ വെച്ച് ഇനി അങ്ങോട്ടുള്ള 40 ആഴ്ചകളിൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. പറയാനുണ്ടോ, ഈ കമ്പനി കത്തിക്കേറി ആൾക്കാർ ഈ കമ്പനിയുടെ പ്ലാനുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി. കാരണം ഒറ്റത്തവണ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അതും 4 ഇരട്ടി. അങ്ങനെ സ്റ്റഡി മോജോ വലിയ സക്സസ് ആയപ്പോഴാണ് 2019 ഫെബ്രുവരിയിൽ നിഷാദ് അടുത്ത ബിസിനസ്സുമായിട്ട് വരുന്നത്. Welcome to the new normal. Welcome to Morris Coin World. ഇത് നിഷാദിന്റെ ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. Morris Coin, issued by Longrich Technologies, aims to revolutionize current traditional transaction and business models. ബിറ്റ്കോയിൻ പോലൊരു ക്രിപ്റ്റോ കറൻസിയാണ് മോറിസ് കോയിൻ എന്നാണ് നിഷാദും കൂട്ടരും പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോറിസ് കോയിനെ പറ്റിയിട്ടാണ്. മോറിസ് കോയിൻ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊക്കെ ബിറ്റ് കോയിൻ എന്താണെന്ന് അറിയാം. ക്രിപ്റ്റോ കറൻസിയിൽപ്പെട്ട ബിറ്റ് കോയിൻ 2011 ബിറ്റ് കോയിൻ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഏകദേശം 20 രൂപയാണ് ഒരു ബിറ്റ് കോയിന്റെ റേറ്റ്. മിനിമം നമ്മൾ 50 ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യണമായിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചാൽ 1000 രൂപയ്ക്ക് 50 ബിറ്റ് കോയിൻ. അപ്പോൾ അത് അന്നേരത്ത് ആരും വലിയ കാര്യമാക്കിയിട്ടില്ല, കുറഞ്ഞ പേര് മാത്രമൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ച്. ഈ കണ്ടത് മോറിസ് കോയിന്റെ പ്രൊമോട്ടർമാരിൽ ഒരാൾ ചെയ്ത വീഡിയോ ആണ്. മോറിസ് കോയിൻ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ബിറ്റ് കോയിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ, ബിറ്റ് കോയിനെ പറ്റി ഞാൻ ഒരുപാട് പഠിച്ചൊരു കാര്യമാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ. അപ്പോൾ ആ സെയിം സിസ്റ്റത്തിൽ പെട്ട ഒരു സാധനമാണ് മോറിസ് കോയിൻ. ഇന്നത്തെ ഒരു ഇതിലുള്ള റേറ്റ് വരുന്നത് 1500 രൂപയാണ്. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാലോ അല്ലെ 2 വർഷം കഴിഞ്ഞാൽ അതിനൊരു 15,000 ഒരു കോയിന്റെ റേറ്റ് ആണ് പറയുന്നത്. 15,000 അല്ലെ 20,000, ചിലപ്പോൾ 1 lakh അല്ലെ 2 lakh വരെ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞത് കേട്ടല്ലോ, ഒരു കോയിന് 1500 രൂപയാണ് വില. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ വില 2 ലക്ഷം വരെ ആയേക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തിനേലും മാറ്റി വെച്ചൊരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 10 കോയിൻ വാങ്ങിച്ചു വെച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാണ്. കാരണം അതിനൊരു സാമ്പിളാണ് ഈ ബിറ്റ് കോയിൻ. അപ്പൊ ഞാൻ എന്തായാലും വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ബിറ്റ് കോയിനെ പറ്റി ഇതിനു മുന്നേ ഏകദേശം 2014 മുതൽ പഠിച്ച് അതിൽ കുറച്ച് പാർട്ടായിട്ടെങ്കിലും വാങ്ങിക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതാണ് മോറിസ് കോയിന്റെ വെബ്സൈറ്റ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് മോറിസ് കോയിൻ ദ ബെസ്റ്റ് ട്രെൻഡിംഗ് പ്ലാറ്റ്ഫോം എന്നാണ്. മോറിസ് കോയിൻ എന്താണ് എന്നുള്ള ചോദ്യത്തിന് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ്: മോറിസ് കോയിൻ ഇ കൊമേഴ്സിലും ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലുമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പേ ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും വേണ്ടിയുള്ള ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസി എന്നാണ്. ഫ്യൂച്ചറിൽ മോറിസ് കോയിൻ ഇന്ത്യയിലെ പല കടകളിലും ഉപയോഗിക്കാൻ തുടങ്ങും എന്ന് വരെ നിഷാദ് അക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ റീറ്റെയിൽ ഷോപ്പുകളിലും നമ്മുടെ മോറിസ് കോയിൻ ഉപയോഗിക്കുന്ന തരത്തിൽ അതിൻ്റെ കാര്യങ്ങളും കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തുടക്കത്തിൽ ഫ്ലൈ വിത്ത് മീ എന്ന ആപ്പിലും സ്റ്റഡി മോജോ എന്ന പ്ലാറ്റ്ഫോമിലും മാത്രമാണ് മോറിസ് കോയിൻ ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞത്. പറയുന്ന ഫ്ലൈ വിത്ത് മീയും സ്റ്റഡി മോജോയും നിഷാദിന്റെ തന്നെ സംരംഭങ്ങളാണ്. Welcome to Morris Coin's world. Longrich Technologies aims to revolutionize the current traditional transaction and business models. By releasing our new crypto token, we allow the whole world to invest in the future. ബിറ്റ്കോയിൻ ചെറിയ വിലയ്ക്ക് വാങ്ങി അത് വലിയ വിലയ്ക്ക് വിറ്റ് പണക്കാരായ ഒരുപാട് പേരുണ്ട്. അതുപോലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോറിസ് കോയിൻ കൊണ്ടുവരുന്നത് എന്നാണ് നിഷാദ് പറഞ്ഞത്. മോറിസ് കോയിൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് വാങ്ങാം, പിന്നീട് ഭാവിയിൽ അത് വലിയ തുകയ്ക്ക് വിൽക്കാനും സാധിക്കും. അപ്പൊ എത്രയാണ് മോറിസ് കോയിന്റെ വില എന്നല്ലേ? ഒരു കോയിന് 1500 രൂപ. മോറിസ് കോയിൻ ആണെങ്കിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രീ ലോഞ്ച് ഓഫർ കമ്പനി കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ പ്രീ ലോഞ്ച് ഓഫർ എന്നല്ലേ? ഒരു 300 ദിവസത്തെ പ്ലാനാണ്. മിനിമം 10 മോറിസ് കോയിൻ വാങ്ങിച്ചാലാണ് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക. അതായത് മിനിമം 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഇതിൽ. അങ്ങനെ നിങ്ങൾ മോറിസ് കോയിൻ വാങ്ങുമ്പോൾ ദിവസവും പ്രോഫിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കും. അതും 0.5% to 2% 300 ദിവസത്തേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾ 15,000 രൂപ കൊടുത്ത് മോറിസ് കോയിനിൽ ചേരുകയാണെങ്കിൽ പിന്നീടുള്ള 300 ദിവസത്തേക്ക് 300 രൂപ ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലേ? കാരണം 300 ദിവസം 2% വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 15,000 രൂപ 50 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു കിട്ടും. ബാക്കി ഇനി 250 ദിവസം കൂടിയുണ്ട്. അതുകൂടി ആകുമ്പോൾ ആകെ മൊത്തം നമ്മുടെ കയ്യിൽ ഇരിക്കാൻ പോകുന്നത് 90,000 രൂപയാണ്.
നിഷാദ് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചതുപോലെ മോറിസ് കോയിൻ എന്നൊരു ക്രിപ്റ്റോ കറൻസി തന്നെ ഉണ്ടായിരുന്നോ? അത് ആദ്യം വാങ്ങിച്ചിരുന്നതിൽ ബിറ്റ് കോയിന് പോലെ ഫ്യൂച്ചറിൽ വലിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുമായിരുന്നോ? എന്തായിരുന്നു ശരിക്കും മോറിസ് കോയിൻ? നിഷാദ് മോറിസ് കോയിന്റെ അപ്ഡേറ്റുകൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് കൊടുത്തിരുന്നത്. ഇതേ ഗ്രൂപ്പുകളിൽ പല പുറം രാജ്യക്കാരുടെയും വീഡിയോകൾ പ്രചരിച്ചിരുന്നു. കാരണം ഇതൊരു ചെറിയ പരിപാടിയല്ല, നാട്ടിൽ കുറച്ച് പേരിരുന്ന് ചെയ്യുന്നതല്ല എന്നൊക്കെ ഉള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഡിജിറ്റൽ ഫോറൻസിക്സ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണ്. മോറിസ് കോയിനെ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. Hi, I'm Richard Taylor from Digital Forensics. Today we will be investigating about the new crypto Morris Coin. By combining digital forensics with traditional investigative techniques and our experience fighting online crime and investment fraud, we are going to find out the facts and deliver clear results to our audience. ഇവർ വലിയ എക്സ്പേർട്സ് ആണെന്നാണ് പറയുന്നത്. ഇവർ മോറിസ് കോയിൻ സ്കാം ആണോ അല്ലയോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ബാക്കി കണ്ടു നോക്കാം. The website says that Morris Coin is a decentralized cryptocurrency exclusively made for the modern business world and individual traders. It says that these coins could be used to avail services at Flintstock, an e-commerce site, to avail travel perks with token via Fly With Me mobile application, and used for smart education packages on Study Mojo. മോറിസ് കോയിൻ എവിടേക്ക് യൂസ് ചെയ്യാമെന്ന് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഫ്ലൈ വിത്ത് മീ എന്ന ആപ്പും സ്റ്റഡി മോജോ രണ്ടും നിഷാദിന്റെ തന്നെ കമ്പനികൾ. Cryptocurrencies are normally created in Ethereum platform, and the company claims that their coin is created on ERC20 platform. And let us check out and verify the same on Etherscan. Yes, it is the fact. We can see here that they have created the coin. ഇതിൽ ഇവർ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. എതർസ്കാൻ എന്ന വെബ്സൈറ്റ് കാണിച്ചിട്ട് ഇതൊരു റിയൽ ടോക്കൺ ആണെന്നാണ് പറയുന്നത്. ഈ എതർസ്കാൻ എന്നത് ക്രിപ്റ്റോ കറൻസിയുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അവർ ഈ സ്ക്രീൻഷോട്ട് കാണിച്ചെന്തായാലും നന്നായി. നമുക്കും മോറിസ് കോയിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അവർ കാണിച്ച മോറിസ് ടോക്കണിന്റെ എതർസ്കാൻ പേജ്. ശ്രദ്ധിക്കണം, മോറിസ് ടോക്കൺ ആണ്, മോറിസ് കോയിൻ അല്ല. ഇതിൽ മാക്സിമം ടോട്ടൽ സപ്ലൈ കാണിച്ചിട്ടുണ്ട് 45,16,87,500 MRC. അത്രയും ടോക്കണാണ് മൊത്തത്തിൽ, അതായത് ടോട്ടൽ ആയിട്ടുള്ളത്. അതാകെ 2 പേരുടെ കയ്യിലേ ഉള്ളൂ, 2 ഹോൾഡേഴ്സ് ആണുള്ളത്. ആകെ ഈ ഒരു ക്രിപ്റ്റോയിൽ 4 തവണ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളൂ. ആകെപ്പാടെ 2 ഹോൾഡേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ തന്നെ. അതിൽ ആദ്യത്തെ അഡ്രസ്സിലാണ് 99.9978% ടോക്കൺസും ഹോൾഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അഡ്രസ്സിലാണെങ്കിൽ 0.0022%. പിന്നെ ഈ ഒരു ക്രിപ്റ്റോയിൽ 4 തവണ മാത്രമേ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളൂ എന്നും പറഞ്ഞല്ലോ. അത് വേറൊന്നുമല്ല, ഈ മീൻ അക്കൗണ്ടിൽ നിന്നും ഈ രണ്ടാമത്തെ അക്കൗണ്ടിലോട്ട് ഒരു 10,000 കോയിൻസ് അയച്ചിട്ടുണ്ട്, അത്രമാത്രം. വേറെ 2 ട്രാൻസാക്ഷനും കാണാം. അത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അയച്ചത് മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം വേറൊന്നുമല്ല, മോറിസ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നിഷാദ് ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ടോക്കൺ നിഷാദ് ആർക്കും വിറ്റിട്ടില്ല. അതാകെ 2 അക്കൗണ്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. അത് രണ്ടും നിഷാദിന്റെ തന്നെ ആവാനാണ് സാധ്യത. പറയുന്ന ടോക്കൺ ഉണ്ടാക്കിയത് തന്നെ ഈ ഡിജിറ്റൽ ഫോറൻസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ഒരു ചാനൽ തുടങ്ങാനും അതിന്റെ ഉള്ളിൽ ഒരു ഫേക്ക് ഇൻവെസ്റ്റിഗേഷൻ കാണിച്ച് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുമാണ്. ഈ ഡിജിറ്റൽ ഫോറൻസിക്സ് എന്ന് പറഞ്ഞ ചാനൽ തന്നെ ഫേക്ക് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൽ ആകെപ്പാടെ ഒറ്റ വീഡിയോ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്ന ഈ സായിപ്പ് വെറും ഒരു ആക്ടർ മാത്രമാണ്. ഇയാൾ വേറെയും കുറെ കമ്പനികളുടെ വീഡിയോയിൽ വന്ന് അഭിനയിക്കുന്ന എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ പറഞ്ഞു വരുന്നത്, മോറിസ് കോയിൻ എന്ന പേരിൽ പ്രത്യേകിച്ചൊന്നും നിഷാദ് വിറ്റിട്ടില്ല. ഈ മോറിസ് കോയിൻ ശരിക്കും ഒരു പോൺസി പിരമിഡ് സ്കീം മാത്രമായിരുന്നു. മോറിസ് കോയിൻ സ്കീമിൽ പൈസ ഇടുന്നവർക്ക് ഡെയിലി റിട്ടേൺസ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പല ആൾക്കാർക്കും ഡെയിലി റിട്ടേൺസ് കിട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അവർ ഇട്ട പൈസ തന്നെയായിരുന്നു. മാത്രമല്ല, പുതിയ ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പൈസ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ബേസിക്കലി പറഞ്ഞാൽ പൈസ റോൾ ചെയ്ത് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കൽ മാത്രമായിരുന്നു. അതല്ലാതെ അവിടെ വേറൊന്നും നടന്നിട്ടില്ല. പൈസ കൊടുത്ത് മോറിസ് കോയിൻ വാങ്ങിച്ച ആൾക്കാർക്ക് അങ്ങനെ ഒരു കോയിൻ തന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കോയിൻ തന്നെ ഇല്ല എന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നാണ്. ഇതുപോലത്തെ സ്കീമുകളുടെ പേര് പോൺസി സ്കീമുകൾ എന്നാണ്. മോറിസ് കോയിനിൽ നമുക്ക് ആൾക്കാരെ ചേർക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരാളെ ചേർത്ത് അയാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ മുഖേന ഈ സ്കീമിൽ അയാൾ പൈസ ഇടുമ്പോൾ നമുക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 10% കമ്മീഷൻ ലഭിക്കുമായിരുന്നു. മാത്രമല്ല, നമ്മുടെ താഴെ ചേർന്ന ആൾ വേറൊരാളെ ചേർക്കുമ്പോൾ അയാൾക്ക് 10% കമ്മീഷൻ കിട്ടുകയും നമുക്ക് 5% കമ്മീഷൻ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇതൊരു പിരമിഡ് സ്ട്രക്ചറിലായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ലെവലിലായിട്ട് ലെവൽ ഇൻകം എന്ന പേരിലായിരുന്നു കമ്മീഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. അതായത് മോറിസ് കോയിൻ പോൺസി സ്കീം മാത്രമല്ല, പിരമിഡ് സ്കീം കൂടിയാണ്. മോറിസ് കോയിൻ പോലത്തെ പോൺസി പിരമിഡ് സ്കീമുകളൊക്കെ ഒരു ചീട്ട് കൊട്ടാരം പോലെയാണ്. പൈസ വന്നുകൊണ്ടിരിക്കും തോറും, അതായത് പുതിയ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കും തോറും അത് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ എപ്പോൾ വേണേലും ആ ചീട്ട് കൊട്ടാരം തകർന്നടിയാം. ഒരു കമ്പിനെ പൂട്ടിക്കാൻ 3 ദിവസം വിചാരിച്ചാൽ മതി. 3 ദിവസം
ആദ്യമൊക്കെ മോറിസ് കോയിനിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ചെറിയ തുകകൾ നിക്ഷേപിച്ചു തുടങ്ങിയ പലരും വലിയ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല പലരും അവർക്ക് അറിയാവുന്ന ആൾക്കാരെ മൊത്തം ഇതിലോട്ട് ക്യാൻവാസ് ചെയ്ത് ചേർക്കാനും തുടങ്ങി. കാരണം മോറിസ് കോയിനിൽ നമ്മൾ ഒരാളെ ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് മിനിമം 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ അവർ മിനിമം 10 മോറിസ് കോയിൻ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിന്റെ 30% വരെ കമ്മീഷൻ ലഭിച്ചിരുന്നു. നമ്മുടെ മോറിസ് കോയിനിൽ വീണ്ടും ഒരു ഓഫർ കമ്പനി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന് മുതൽ എൻട്രി ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് 30% അതിൻ്റെ റെഫറൽ കമ്മീഷൻ ലഭിക്കുന്നതാണ്. അത് ഈ ഞായറാഴ്ച വരെയാണ് ഓഫർ. ഓക്കെ, സാധാരണ 10% കമ്മീഷൻ. പക്ഷെ നിഷാദ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറെ ഓഫറുകൾ കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ ചേർത്ത ആൾ വേറൊരാളെ ഇതുപോലെ അവരുടെ താഴെ ചേർക്കുകയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ നമുക്ക് ലഭിച്ചിരുന്നു സെക്കൻഡ് ലെവൽ ഇൻകം ആയിട്ട്. ഇങ്ങനത്തെ ഒരു പിരമിഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ മോറിസ് കോയിൻ പെട്ടെന്ന് തന്നെ വൈറലായി. ആ കാലത്ത് മോറിസ് കോയിന്റെ പ്ലാനുകളും ലിങ്കും ഒന്നും വാട്സാപ്പിൽ ലഭിക്കാത്ത ചെറുപ്പക്കാർ തന്നെ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ കുറെ മാസങ്ങളിൽ ആൾക്കാർക്ക് പേ ഔട്ട് ലഭിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കീമിലോട്ട് പലരും ആൾക്കാരെ ചേർത്തുകൊണ്ടേയിരുന്നു. പക്ഷേ 2020 ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയപ്പോഴേക്കും പലർക്കും പേ ഔട്ടിന് ഡിലേ വന്നു തുടങ്ങി. പലർക്കും പേ ഔട്ട് തന്നെ കിട്ടാതെയായി. അങ്ങനെ പലരും സോഷ്യൽ മീഡിയയിൽ മോറിസ് കോയിനെതിരെയും എല്ലാ ട്രേഡിങ്ങിനെതിരെയും സംസാരിച്ചു തുടങ്ങി. ഇട്ട പണം കിട്ടുന്നില്ല, കമ്പനി തട്ടിപ്പാണോ എന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങി. പക്ഷെ നിഷാദ് ഇതൊന്നും കേട്ട് വെറുതെ ഇരുന്നില്ല. നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോടുള്ള ലാസ്റ്റ് വീഡിയോ തന്നെ. നെഗറ്റീവ് ആക്കുന്ന ആൾക്കാർക്കാണ് ഇത്രയും വീഡിയോ അയച്ചത്. ഇത് ലാസ്റ്റാണ് എൻ്റെ. നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പം കേരളത്തിലൊരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാ കമ്പനിനെ പൂട്ടിച്ചാൻ വേണ്ടിയിട്ട് പല വയക്കിലെ പണികൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് തിരിയാത്ത ആളെന്നല്ല. ഞാനും നിങ്ങളെ ഭാഗത്ത് തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളെ തന്നെ. നമുക്കും തിരിയത് എന്താ പണിയെന്നുള്ളത്. അപ്പം അത്തരം ആളുകളോട് പറയാനുള്ളത്, മാന്യമായി ബിസിനസ് ചെയ്താൽ ഇവിടെ എല്ലാവർക്കും മുന്നോട്ട് പോകാം. അത് നിങ്ങൾക്കും പോകാം. ഇരിക്കായിട്ട് പ്രത്യേകിച്ച് ദൈവം വേറെ അധികം ഒന്നും തന്നിട്ടൊന്നുമില്ല. കേട്ടില്ലേ, നിഷാദ് എന്ന് പറഞ്ഞത് പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്നതൊക്കെ കമ്പനിയെ പൂട്ടിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് എന്നാണ്. പിന്നെ എല്ലാ ഫ്രോഡുകളും പറയുന്ന പോലെ കംപ്ലൈന്റ് പറയുന്നവരൊക്കെ നെഗറ്റീവ് അടിക്കുകയാണ് എന്നും. നിങ്ങൾ 1.5-2 കൊല്ലം പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കൊന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഇതിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് പേപ്പറുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. എന്നോട് ചോദിക്കണ ഏത് നിയമപരമായിട്ട് ചോദിക്കണ പേപ്പറാണെങ്കിലും അത് ആൺകുട്ടികളെ മാതിരി കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാനുള്ള പേപ്പർ നമ്മളെ കയ്യിലുണ്ട്. ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമം GST ആണെങ്കിൽ GST, നികുതി അടക്കേണ്ടി കൊടുത്താൽ നികുതി, TDS ആണെങ്കിൽ TDS. അത് അടച്ചിട്ട് തന്നെയാണ് ഇന്റെ കമ്പനി മുന്നോട്ട് പോണത്. ഞാനും നിഷാദ് പറഞ്ഞൊക്കെ വെറും തള്ളു മാത്രമായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് മാത്രം. നിഷാദിന്റെ ഈ കമ്പനി ഒരു കമ്പനിയല്ല, പല പേരിൽ പല കമ്പനികൾ നിഷാദ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. റിച്ച് ലോങ് LLP, ലോങ് റിച്ച് ടെക്നോളജീസ്, ലോങ് റിച്ച് ഗ്ലോബൽ, മോറിസ് ട്രേഡിംഗ് സൊല്യൂഷൻസ് എന്ന പേരിൽ പലതും ഇങ്ങനെ പല കമ്പനികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ ഈ കമ്പനികൾക്കൊന്നും ഇതുപോലൊരു സ്കീം ഓഫർ ചെയ്യാനുള്ള ഒരു അനുമതിയൊന്നും ഗവൺമെന്റ് കൊടുത്തിട്ടില്ല നിഷാദ് പറയുന്നത് പോലെ. കാരണം നിഷാദിന്റെ മോറിസ് കോയിൻ ആയാലും സ്റ്റഡി മോജോ ആയാലും ഇതൊക്കെ പോൺസി പിരമിഡ് സ്കീമുകളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇല്ലീഗലാണ്. ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമം GST ആണെങ്കിൽ GST, നികുതി അടക്കേണ്ടി കൊടുത്താൽ നികുതി, TDS ആണെങ്കിൽ TDS. അത് അടച്ചിട്ട് തന്നെയാണ് ഇന്റെ കമ്പനി മുന്നോട്ട് പോണത്. ഞാനും അതുകൊണ്ടാണ് ഞമ്മക്ക് എന്തില്ല ആ ജാതി പേടില്ലാത്തതും ബേജാറില്ലാത്തതും. ഒരാൾക്കും ഇതിൽ ₹1 പോലും ഇതിൽ പൈസ നഷ്ടപ്പെട്ടു പോകില്ല. അതിന് മാത്രം കപ്പാസിറ്റി ഉണ്ട് നമ്മളെ കമ്പനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ആൺകുട്ടികളെ മാതിരി റീഫണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ലീഗൽ പരമായിട്ട് നിയമപരമായിട്ട് നമ്മളെ കമ്പനി നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. നിഷാദ് ഇതുപോലെ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോകൾ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ അടുത്ത്. പക്ഷേ ഇതൊക്കെ പൈസ ഇട്ടവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും അവരൊന്നും പൈസ തിരിച്ച് ചോദിക്കാതിരിക്കാനും വേണ്ടിയുള്ള അടവുകൾ മാത്രമായിരുന്നു. മാത്രമല്ല ഫേസ്ബുക്കിൽ നിഷാദിനെതിരെ പോസ്റ്റ് ഇട്ട് ചിലരെ പോലീസിനെ കൊണ്ടുവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് തന്നെ 2000 സംതിങ്ങോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് ഈ ഷെയർ ചെയ്ത ഒരു സ്റ്റോറി. അങ്ങനെ ഇന്ന് രാവിലെ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എൻ്റെ ഫോണിൽ. അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ ഇവിടെ വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം വന്ന് അപ്പോൾ ഫോണിൽ മിസ് കോൾ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഈ സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പിന്നെ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെയാണ്, എനിക്ക് വരാൻ പറ്റില്ലെന്ന്, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. ആ ഓക്കെ എന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് കാര്യമൊന്നും പറഞ്ഞില്ല, നീ നേരിട്ട് വാന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അധികകാലം നിഷാദിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മൊത്തത്തിൽ പേ ഔട്ട് നിർത്തിവെച്ചു മോറിസ് കോയിൻ. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിഷാദാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേ ഔട്ടും കാര്യങ്ങളൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളതുള്ളൂ. ഇത് നടക്കുന്നത് കൊറോണ കാലത്തായിരുന്നു. എല്ലാവരും വീടുകളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറോണ നിഷാദിന് നല്ലൊരു എക്സ്ക്യൂസ് ആയിരുന്നു. ഇത്തരം ഒരു മഹാരോഗം അത് നമ്മുടെ ആരുടെയും കയ്യിലിരിക്കുന്ന കാര്യമല്ല. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതാത് ഗവൺമെൻറ് സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും പറയുന്നത് പോലെ അനുസരിച്ച് ഈ ഒരു രോഗത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും
പങ്കാളിയാവണം എന്നുള്ള കാര്യം നിർബന്ധം ഉണ്ടായതുകൊണ്ടും നമ്മുടെ കമ്പനി ഈ മാർച്ച് 31 വരെ താൽക്കാലികമായി അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുകയാണ്. ഏതായിരുന്നാലും നമ്മുടെ രാജ്യം പറഞ്ഞതനുസരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർച്ച് 31 വരെ ആയിരുന്നു. 31 കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകും എന്നുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ തന്നെ നമ്മൾ പേ ഔട്ട് തുടങ്ങും. നിഷാദ് പലതരം ഉറപ്പുകൾ കൊടുക്കുന്ന കാണാം ഈ വീഡിയോയിൽ തന്നെ. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ നമുക്കും അത് പേ ഔട്ടിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നീട്ടേണ്ടി വരും. അതല്ല സാഹചര്യങ്ങൾ മാറി വരികയാണ് എന്നുണ്ടെങ്കിൽ 31-ാം തീയതി നമ്മുടെ ഈ കർഫ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട വോയിസ് ഒന്ന് കേട്ട് നോക്കൂ. പിന്നീട് പല ദിവസങ്ങളിലായി നിഷാദ് പൈസ തരാം എന്ന് പറയുന്നത് കാണാം. ഏതായിരുന്നാലും 14-ാം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 14-ാം തീയതി കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ തുടരുകയാണെങ്കിൽ നമ്മൾ പേ ഔട്ടിന് എന്തൊക്കെ സാധ്യതകൾ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. 14-ാം തീയതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അത് എല്ലാ നിലക്കും നമുക്ക് ക്ഷീണമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ലോക്ക്ഡൗൺ മാറി തുടങ്ങിയാൽ നമ്മളും പേ ഔട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങും. എങ്ങനെയാണ് പിന്നെ നമുക്ക് എന്താ പറയുക, പേ ഔട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസത്തിലാണ് എല്ലാവരും അറിയാം. നമ്മൾ 14-ാം തീയതി കഴിഞ്ഞാൽ ഒരു ഇളവുണ്ടാവുമെന്നാണ് കരുതുന്നത്. പക്ഷേ നേരത്തെ ലോക്ക്ഡൗൺ നീട്ടുക ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക്ഡൗൺ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പേ ഔട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാം. അതേപോലെ തന്നെ നമ്മുടെ മോറിസ് കോയിനും 1-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പ് മോറിസ് കോയിനിൽ എൻട്രി വെച്ച ആളുകൾക്കൊക്കെ പേയ്മെൻറ്റ് എന്ത് ചെയ്യും, 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് പിന്നെ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പേ ഔട്ട് തുടങ്ങും, പൈസ തിരിച്ചു കൊടുക്കും എന്ന് വോയിസും വീഡിയോ ഒക്കെ ഇടുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ചോദ്യം വന്നില്ല, ടീം വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ഞാൻ ഈ വീഡിയോയുടെ പുറകെയായിട്ട് കുറച്ച് കാലമായി ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഇത്രയും വലിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്ക് ടു ദ വീഡിയോ. പറ്റിക്കപ്പെട്ട പല ആളുകളും കംപ്ലൈന്റുകളും കേസുകളും കൊടുക്കാൻ മുന്നോട്ട് വന്നു തുടങ്ങി. പക്ഷേ നിഷാദും കൂട്ടാളികളും വെറുതെ ഇരുന്നില്ല. പല ആൾക്കാർക്കും ക്രൂരമായ മർദ്ദനങ്ങളും ഭീഷണികളുമാണ് നേരിടേണ്ടി വന്നത്. മോറിസ് കോയിൻ സാമ്പത്തിക തട്ടിപ്പിനെതിരെ പരാതി നൽകിയ യുവാവിന് നേരെ ശ്രമം. ഗർഭിണിയായ ഭാര്യയ്ക്കും ആക്രമണത്തിൽ പരിക്ക് പറ്റി. മോറിസ് കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെയും ഗർഭിണിയായ ഭാര്യയും വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10-നാണ് കാറിലെത്തിയ 3-അംഗ സംഘം 5-ാം മൈൽ ഗാന്ധിപ്പടി സ്വദേശി ചോലയ്ക്കൽ മുബഷീറിനെ ഇരുമ്പ് ദണ്ടുകൊണ്ട് മർദ്ദിച്ചത്. തലക്കേറ്റടിയിൽ ചെവിയുടെ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് ഒരുപാട് വാണിംഗുകൾ വന്നിട്ടുണ്ട്, പിന്നെ ഒരുപാട് ഭീഷണികളും കാര്യങ്ങളുണ്ട്. അതിലൊന്നും ഞാൻ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനിയും ഇന്ന ഇത് ചെയ്തവർ എന്നെ പിന്മാറൂ എന്നുള്ളൊരു വാണിംഗ് വന്നിട്ടാണ് പോയിട്ടുള്ളത്. സെപ്റ്റംബർ 28, 2020 പൂക്കോട്ടുംപാടം പോലീസ് നിഷാദിനെതിരെ ആദ്യമായിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അബ്ദുൽ കരീം സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. വലിയ വാഗ്ദാനങ്ങൾ നൽകി വലിയ റിട്ടേൺസ് പ്രോമിസ് ചെയ്ത് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് സീറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീംസ് ബാനിംഗ് ആക്ട് 1978 പ്രകാരമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. അതേ കേസിൽ സെപ്റ്റംബർ 30, 2020 നിഷാദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റിലായെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് നിഷാദ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അതിന്റെ ഭാഗമായിട്ട് പ്രതി ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം നേടുകയും 21 ദിവസത്തിനുള്ളിൽ സ്റ്റേഷനിലേക്ക് വരാൻ ഉള്ള കണ്ടീഷനിലാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഇതുവരെ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ വരാത്തതിന് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലും വലിയ കേസും അന്വേഷണമൊക്കെ തനിക്കെതിരെ വരാൻ പോവുകയാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാവണം നിഷാദ് വൈകാതെ മുങ്ങി. മോറിസ് കോയിൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഗ്ലോബൽ ലോങ് റിച്ച് ഫൗണ്ടേഷൻ MD നിഷാദിനെതിരെ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. നിഷാദ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കേരള പോലീസ് എന്തായാലും അന്വേഷണം തുടർന്നു. മലപ്പുറത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന അന്വേഷണം കേരളം ഒട്ടാകെ വ്യാപിപ്പിച്ചു. 2021 നവംബറിൽ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിന്നും നിഷാദിന്റെ 7 കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ 7 ആൾക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 90 to 100 കോടി രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് കണ്ടെത്തിയത് എന്നാണ് അന്വേഷണം. പിന്നെ ജനുവരി 22 ആയപ്പോഴേക്കും ED ഏറ്റെടുത്തു. ജനുവരി 6, 2022 കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലായി 11 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തി. അതിന്റെ കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദന്റെ വീട്ടിലും ഓഫീസിലും ED റെയ്ഡ് നടത്തി. നടൻ ഉണ്ണി മുകുന്ദന്റെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ തേടി. ഉണ്ണി മുകുന്ദന് നിഷാദുമായി സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ED റെയ്ഡ് നടത്തുന്നത്. അതും ഒരു വലിയ തുക നിഷാദ് ഉണ്ണി മുകുന്ദന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ഉണ്ണി മുകുന്ദൻ പ്രൊഡ്യൂസ് ചെയ്ത് നായകനായി അഭിനയിക്കുന്ന മേപ്പടിയാൻ എന്ന സിനിമയിൽ മണി ലോണ്ടറിംഗ്, എബ്രോഡ് ഫണ്ടിംഗ്, അതും ഈ മോറിസ് കോയിൻ തട്ടിപ്പിൽ നിന്നുള്ള ഫണ്ടിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംശയം.
സംശയിക്കുന്നത് എന്നാണ്. 5 കോടി രൂപയുടെ എമൗണ്ടിലാണ് സംശയം എന്നും പറയുന്നുണ്ട്. എന്തായാലും ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് നിഷാദ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വരാനിരിക്കുന്ന ഒരു പടത്തിന്റെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയതാണ് എന്നും. 5 കോടി രൂപ അഡ്വാൻസ് ഇത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുമോ എന്തോ, തട്ടിപ്പിന്റെ പൈസയല്ലേ, ആർക്കറിയാം. ഉണ്ണിമൂന്തൻ കമന്റ് ചെയ്യൂ. നമുക്കെന്തായാലും ഇ ഡിയുടെ അന്വേഷണത്തിലേക്ക് തിരിച്ചു വരാം. പലയിടത്തെയും റെയ്ഡുകൾക്കൊടുവിൽ ഇ ഡി ജനുവരി 10, 2022 നിഷാദിന്റെ 36.72 കോടി വിലമതിപ്പുള്ള ആസ്തികൾ അറ്റാച്ച് ചെയ്തു. അതിൽ പല ബാങ്ക് അക്കൗണ്ടുകൾ, പലയിടത്തായി വാങ്ങിയ സ്ഥലങ്ങൾ, ക്രിപ്റ്റോ കറൻസികളായി കടന്ന തുകകൾ ഒക്കെ ഉൾപ്പെടും. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ബിറ്റ്കോയിൻ, എഥീരിയം, BNB തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികളാണ്, അല്ലാതെ മോറിസ് കോയിൻ അല്ല. ഇ ഡി അന്വേഷണം തുറന്നു. പിന്നീട് പല ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും നിഷാദ് മോറിസ് കോയിനുമായി ബന്ധപ്പെട്ട് പല അസറ്റുകളും അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. ആകെ മൊത്തം 1200 കോടി രൂപയാണ് ആളുകൾക്ക് നഷ്ടമായത് എന്നാണ് ഇ ഡിയുടെ കണക്ക്. അന്വേഷണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് 2025 മാർച്ചിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായി. ആകെ മൊത്തം 17 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതിൽ 11 പേര് അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മുഖ്യപ്രതിയായ നിഷാദ് കിളിയിടിക്കൽ ഒളിവിലാണ്. ജാമ്യത്തിലിറങ്ങിയ നിഷാദ് ഇപ്പോഴും അറബ് നാടുകളിൽ എവിടെയോ ആണ് എന്നാണ് റൂമേഴ്സ് ഉള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിഷാദിന്റെ വേറെ ബോർഡ്സ് അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാനൊരു ന്യൂസ് കാണിച്ചു തരാം. ഐഷ പേരക്കുട്ടിയുടെ ഭർത്താവ് അറസ്റ്റ് നയിച്ചത് പ്രതിയുടെ സാമ്പത്തിക ബാധ്യത. പ്രതിയുടെ പേര് നിഷാദ് അലി. നമ്മുടെ കഥാനായകൻ നിഷാദ് അല്ല, വേറൊരു നിഷാദാണ്. പ്രതിക്ക് 50 ലക്ഷത്തിന്റെ ബാധ്യത. ബിറ്റ്കോയിന് സമാനമായ മോറിസ് കോയിൻ ഇടപാടിൽ പ്രതിക്ക് 50 ലക്ഷം രൂപയോളം സാമ്പത്തിക ബാധ്യത വന്നതായി പോലീസ് പറഞ്ഞു. ആദ്യം ഈ ഓൺലൈൻ ഇടപാടിൽ സ്വന്തം കാശിറക്കിയ പ്രതിക്ക് ലാഭവിഹിതം ലഭിച്ചു തുടങ്ങിയതോടെ ബന്ധു ആരംഭിക്കുന്ന മറ്റൊരു ബിസിനസ് ആണെന്ന് പറഞ്ഞാണ് നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വൻ തുക സമാഹരിച്ച് ഓൺലൈൻ വ്യാപാരത്തിന് ഇറങ്ങിയത്. എന്നാൽ പണം നൽകിയ ആൾ മുങ്ങിയതോടെ നിഷാദിന് നിൽക്കക്കളിയില്ലാതെയായി. പണം നൽകിയ ആളുകൾ മുതലും ലാഭവിഹിതവും ചോദിച്ചോടെ പണം സമാഹരിക്കാൻ പല വഴികൾ തേടി. ഇതായിരുന്നു മോറിസ് കോയിന് പുറകെ നടന്ന പല ആളുകളുടെയും റിയാലിറ്റി. കടം വാങ്ങിച്ചും സ്ഥലം വിറ്റുമൊക്കെയാണ് പലരും പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പലർക്കും റിട്ടേൺസ് കിട്ടിയതോടെ വലിയ തുകകളാണ് പലരും കൊണ്ടുപോയി ഇതിലിട്ടത്. മാത്രമല്ല പലരും അവർക്ക് അറിയാവുന്നവരെ മൊത്തം ഇതിൽ ചേർത്ത് വിട്ടിട്ടുമുണ്ടായിരുന്നു. 10 ലക്ഷം ഉറുപ്പ്യ ബാക്കി കെട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ 10 ലക്ഷം ഉറുപ്പ്യ കിട്ടേണ്ട ഒരു വഴി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ വാടിക്ക പെരയിലുണ്ടായത്, ഞങ്ങൾ വാടിക്ക പെരയിൽ ഞങ്ങളെ കീറ്റി കടായിട്ട് എൻ്റെ മോനിക്ക് ഇപ്പോൾ പുറത്തേക്കാൻ കഴിഞ്ഞില്ല. 2 മക്കളെ കൊണ്ടുവന്നിട്ട് പെരയിൽ വിട്ടിട്ടുണ്ട്. ഓരോ സ്വർണം വാങ്ങിയിട്ട് പണയത്തിലാക്കിയിട്ട്. അഡ്വാൻസ് ഉണ്ടാക്കിയ ഒരു 5 ലക്ഷം രൂപയോളം പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ 5 ലക്ഷം രൂപയാണ് ഇവൻ എത്ര വർഷം അധ്വാനിച്ച് ഉണ്ടാക്കിയ പണമാണ്. ഒരുപാട് കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയാണ്ട് നല്ലൊരു കാറൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തില് ചെയ്തിട്ടുണ്ട്. எவ்வளோ அது கிட்டத்தட்ட 15 ലക്ഷத்துக்கு மேலே കസ്റ്റമേഴ്സ് ഇത് ഉണ്ടാക്കുന്ന എല്ലാ ട്രേഡിങ്ങിൽ തമിഴ്നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽക്ക് ഇതിൽ പെട്ടിട്ടുണ്ട്. എല്ലാ ആളുകളും ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ മൂല്യന്മാർ കുറേ, പിന്നെ ഗൾഫ് സ്ത്രീകൾ കുറേ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ പുറത്ത് പറയാൻ കഴിയില്ല. മോശമാണ് ഇത്. ഞാൻ ഇതിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നത് അവർക്കൊരു മോശത്തിലായതുകൊണ്ട് ആരും പുറത്തില്ല. പിന്നെ കള്ളപ്പണം ഉപയോഗിച്ച് ഇതിൽ ചേർന്നവരും പുറത്ത് പറയാൻ മടിക്കും. ഇവർക്കൊന്നും നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ പോകുന്നില്ല. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് പിടിക്കപ്പെടാത്തതുകൊണ്ട് നിഷാദ് ഇപ്പോഴും ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിരിപ്പുണ്ടാവും. ഇത്ര പൈസ പോയാലും നമ്മൾ മലയാളികളെ ഇനിയും ഇതുപോലെ പുതിയ സ്കീമുകളിൽ പോയി തല വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ വെറുതെ പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിപ്പ് ഓടുന്നുണ്ട്. മോറിസ് കോയിൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് ഈ അപ്പെക്സ് ടോക്കണും ഓടുന്നത്. ഡെയിലി റിട്ടേൺസ് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ പോയി ചേർന്നിട്ടുണ്ട്, പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലത്തെ പോൺസി പിരമിഡ് സ്കീമുകളിലൊന്നും പോയി ചേരാതിരിക്കുക. കുറച്ചൊക്കെ പൈസ കിട്ടുന്നുണ്ടാവും, പക്ഷെ ഒരു ചീട്ട് കൊട്ടാരം പോലെ എപ്പോൾ വേണമെങ്കിലും അതൊക്കെ തകർന്നു വീഴാവുന്നേ ഉള്ളൂ. സൂക്ഷിക്കുക.